500 വർഷങ്ങൾക്ക് മുന്നേ AC ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഈ ടെക്നോളജി നമുക്ക് ഹംപിയിൽ റോയൽ എൻക്ലോഷറിന്റെ അകത്തുള്ള ലോട്ടസ് മഹലിൽ കാണാൻ സാധിക്കും. ഇതിന്റെ സ്ട്രക്ചർ കല്ലും ചുണ്ണാമ്പും ഉപയോഗിച്ച് നിർമ്മിച്ചതിനാൽ ചൂട് ഒരു പരിധിവരെ ഇവക്ക് റെസിസ്റ്റ് ചെയ്യാൻ സാധിക്കും. കൃത്യമായി ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, തലകീഴായി വെച്ച താമര പോലെയാണ് ലോട്ടസ് മഹലിന്റെ മുകൾ ഭാഗം. ചൂടുള്ള സമയങ്ങളിൽ കൊട്ടാര സേവകരുടെ സഹായത്തോടെ ഈ ട്യൂബിലൂടെ വെള്ളം കടത്തിവിട്ട് ഈ സ്ട്രക്ചറിന്റെ ആർച്ചസും പില്ലേഴ്സും തണുപ്പിച്ച് അതിന്റെ ഉള്ളിലുള്ള എയറിനെ ഇവർ തണുപ്പിച്ചെടുക്കുന്നു. കൊട്ടാരത്തിന്റെ ചുവരുകൾ തണുക്കുന്നത് വഴി അതിനു ചുറ്റുമുള്ള ചൂടുള്ള വായു പുറത്തോട്ട് തള്ളപ്പെടുകയും കൊട്ടാരത്തിനകത്ത് തണുപ്പ് അനുഭവപ്പെടുകയും ചെയ്യുന്നു. അതുമാത്രമല്ല, കൊട്ടാര ആവശ്യങ്ങൾക്കുള്ള വെള്ളം തുംഗഭദ്ര നദിയിൽ നിന്നും എത്തിക്കുന്നതിന് വേണ്ടിയുള്ള അണ്ടർഗ്രൗണ്ട് ടെറാക്കോട്ട പൈപ്പിംഗ് സിസ്റ്റവും വളരെ കൃത്യമായി ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ സ്ട്രക്ചറിന്റെ പില്ലേഴ്സിന്റെയും ആർച്ചസിന്റെയും ഉള്ളിലുള്ള ടെറാക്കോട്ട ട്യൂബ് ഇതിന്റെ മേൽക്കൂരയുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം, പൗരാണിക കാല നിർമ്മിതികളിൽ ആർക്കിടെക്ചറൽ ഡിസൈനിങ്ങിന് മാത്രമല്ല സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ് പ്രാക്ടീസസും ഇവർ ഫോളോ ചെയ്തിരുന്നു.